ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്തവരുണ്ടോ? നല്ല സോഫ്റ്റ് രുചിയായിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ല ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന്. സൂപ്പർ രുചിയിൽ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഉണ്ണിയപ്പത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് 300 ഗ്രാം അരിപ്പൊടിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ 300 ഗ്രാം അരിപ്പൊടി എടുക്കാം. അരിപ്പൊടിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് അരി കുതിർത്താണെങ്കിലും അരച്ച് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കാൻ പറ്റും. ആകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും എള്ള് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം പഴുത്ത് 6 വാളംതോടൻ പഴം എടുക്കുക. പഴമാണ് ഏറ്റവും നല്ലത്, കാരണം ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പൊളിച്ച് മിക്സിയിലേക്ക് ഇടാം. ഒരു 6 ഏലക്കയും കൂടെ നമുക്ക് ഈ പഴത്തിൻ്റെ കൂടിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നല്ലവണ്ണം അത് കലങ്ങി കിട്ടും. നല്ലവണ്ണം അരച്ചെടുക്കാം. നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ നമുക്ക് ചുക്കുപൊടി ചേർക്കാം. നമുക്ക് നെയ്യിൽ വേണേൽ വഴറ്റിയിടാം. ഇതിപ്പം ഞാൻ അല്ലാതാണ് ഇടുന്നത്. എങ്ങനെ വേണേലും നമുക്ക് ചെയ്യും. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നല്ലവണ്ണം ഇളക്കി ചേർക്കണം. നല്ലോണം ഇത് കുഴയ്ക്കണം. ഇപ്പം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കുഴയ്ക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പരുവമുണ്ട്. നമ്മുടെ മാവിനെക്കാട്ടി ഇച്ചിരി കൂടി ടൈറ്റായിട്ടുണ്ട്. ആ പരുവത്തിന് ഇത് കുഴച്ചെടുക്കണം. വറുത്തെടുക്കുന്ന ഇതുപോലത്തെ പലഹാരങ്ങൾക്ക് മധുരം ഇച്ചിരി മുൻപന്തി നിൽക്കണം. ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി മധുരം കുറവ്. ഞാൻ ഇച്ചിരി പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് ടേസ്റ്റ് കൂടും പഞ്ചസാര ചേർക്കുമ്പോൾ. നമ്മുടെ മാവ് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ഈ ഒരു പരുവത്തിൽ ഈ കൂട്ടാവുമ്പോൾ നിർത്തണം. സോഡാപ്പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ടൊരു 4 മണിക്കൂർ നേരം നമുക്കിത് പൊളിക്കാനായിട്ട് വയ്ക്കാം. ഉണ്ണിയപ്പത്തിനുള്ള കാര വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്നുണ്ട്. ഒഴിച്ച് കൊടുക്കാം. എല്ലാം നിറയത്ത രീതിയിൽ ഒഴിക്കാം. നമ്മൾ മീഡിയമായിട്ട് അതിൻ്റെ ഇടാവും. ഒരു തീയിലിട്ടാൽ ഉണ്ണിയപ്പത്തിൻ്റെ അകം വേവത്തില്ല, പുറം മാത്രമേ വേവുള്ളൂ. അതുകൊണ്ട് കുറഞ്ഞ ഫ്ലെയിമിൽ ഇടുക. ഒന്ന് തിളക്കട്ടെ. ഈ ലൂസിൽ വേണം മാവ് കലക്കിയെടുക്കാൻ. ചൂടായിട്ടുണ്ട്. ഉണ്ണിയപ്പം ഒഴിക്കാം. ഈ സൈഡ് വെന്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ശർക്കര ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടുന്നത്. നമുക്ക് നല്ലവണ്ണം മൊരിഞ്ഞ് വരുന്നുണ്ട്. ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതെടുത്ത് മാറ്റാം.